another beautiful color combination. നമ്മൾക്ക് ഈ ഒരു കളക്ഷൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് സെമി സിൽക്ക് സാരീസ് ഇതേപോലെ ഭയങ്കര രസമുള്ള കോമ്പിനേഷൻസിലൊക്കെ വന്നിട്ടുണ്ട്. അതിനകത്ത് റെയർ കോമ്പിനേഷൻസിൽ വരുന്ന അനദർ ഷെയ്ഡാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു മെഹന്തി ഗോൾഡിൻ്റെ ഒരു ടോണാണ് കേട്ടോ അതിനകത്ത് ഫുള്ള് വരുന്നത്. ആൻഡ് അതിനകത്ത് കോൺട്രാസ്റ്റ് ആയിട്ടൊരു കുങ്കുമത്തിൻ്റെ കളർ ചേർന്നിട്ടുള്ള ചെറിയ പിങ്ക് ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു മറൂൺ ഷെയ്ഡാണ് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ ബ്ലൗസ് വന്നിട്ട് പല്ലു ഈ ഒരു ഷെയ്ഡാട്ടോ, പല്ലുവിൻ്റെ അതേ ലുക്ക് തന്നെയാണ് ബ്ലൗസിനും. പക്ഷെ അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ഡയമണ്ട് ഡിസൈൻസാണ്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ടിഷ്യൂവിൻ്റെ ഫീലേ വരത്തുള്ളൂ. നല്ല മെറൂണിൻ്റെ അകത്ത് ഫുൾ ഗോൾഡൻ ടിഷ്യൂ വന്ന പോലത്തെ ഉള്ള ഒരു ഫീല് വരും. ആൻഡ് ഭയങ്കര റിച്ചായിട്ട് തന്നെ നിൽക്കുന്ന സാരിയാണ് കേട്ടോ. നമ്മളിങ്ങനെ തൊട്ട് നോക്കിയാൽ മാത്രമേ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ സിൽക്ക് അല്ല എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടത്തുള്ളൂ. ഈ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് നോക്കിയാലും ശരിക്കും ഇച്ചിരി ഒരു സിൽക്ക് കണ്ടൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരീനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പറയത്തുള്ളൂ. അതിൻ്റെ ഒരു സ്റ്റൈൽ ആക്ച്വലി അഡാപ്റ്റ് ചെയ്തേക്കുന്നത് നമ്മളുടെ ബ്രൈഡൽ കാഞ്ചീപുരത്തിൻ്റെ അകത്തൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ട്രെൻഡിൻ്റെ ഒരു സ്റ്റൈലാണ് അതിനകത്ത് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കോൺട്രാസ്റ്റ് ബോർഡേഴ്സ് വന്നിട്ട് അപ്പോൾ ബോർഡർ കുറച്ചുകൂടി ചെറുതാണ്, ലോ ബോർഡർ നമ്മളെ ഷോർട്ടാക്കുന്ന തരത്തിൽ ബ്രോഡല്ല, നല്ല ഭംഗിയായിട്ട് തന്നെയാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. ഇറ്റ്സ് എ പെർഫെക്റ്റ് ബാലൻസ്. ആൻഡ് 1,999 ഓൺലി. നമുക്ക് 1,999 റേഞ്ചിൽ ഇത്ര ഭംഗിയായിട്ടുള്ള ഒരു സാരിയാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് KF 135 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു നല്ലൊരു ബൈ ആണ് കേട്ടോ. നമുക്കത് ഈവൻ ഇഫ് വി ഹാവ് എ ലോട്ട് ഓഫ് സെമി സിൽക്ക് കോമ്പിനേഷൻസ്, ഇത് എനിക്ക് തോന്നുന്നില്ല അധികം നമ്മളങ്ങനെ ഓടാനായിട്ടുള്ളൊരു കോമ്പിനേഷനും അല്ല. സോ ഡെഫിനറ്റായിട്ടും ഗിവ് ഇറ്റ് എ ട്രൈ. ആൻഡ് അതിൻ്റെ ബ്ലൗസ് നമുക്ക് സ്റ്റൈലായിട്ട് ഒരു സുഹാസിനിയൊക്കെ ആണെങ്കിലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള നമ്മളുടെ റെഗുലർ സ്റ്റൈലിലുള്ളൊരു പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണെങ്കിലും ഭംഗിയാണ്. ചെക്ക് ഇറ്റ് ഔട്ട്. ഹെവിലി വർക്ക്ഡ് ആയിട്ടുള്ളൊരു ഓർഗൻസ സാരി. ആൻഡ് അത് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല ഫിഗറി ആൻഡ് ഡ്രേപ്പി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഓർഗൻസയിൽ വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സാരിയാണ് കേട്ടോ. ആൻഡ് ഇതിനകത്ത് നമുക്ക് നല്ല ഒതുക്കിയ പ്ലീറ്റ്സൊക്കെ കിട്ടും. ആൻഡ് ഫുൾ ഒരു ഹാൻഡ് വർക്കിലാണ് ചെയ്തേക്കുന്ന പേൾസിൻ്റെ ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ പേൾസും നല്ല രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡിലും ഒരു അനിയൻ പിങ്കിൻ്റെയൊക്കെ ഒരു പേസ്റ്റൽ ടോൺ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇറ്റ്സ് ലൈക്ക് എ ലിറ്റിൽ ടോൺ ഓഫ് ലാവൻഡറും ഒരു ലിറ്റിൽ ടോൺ ഓഫ് പിങ്കും കൂടി ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡിലാണ് വരുന്നത്. ആൻഡ് റണ്ണിങ്ങിൽ തന്നെ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓർഗൻസയിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. So this is 12,500 SBP 286 എന്ന കോഡിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു വർക്ക് ഡീറ്റെയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഇൻസൈഡ് പോർഷൻ നോക്കണം കേട്ടോ. നമുക്കിതിപ്പോൾ ഈവൻ ബ്രൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ബ്ലൗസിനെ ഹെവിയർ ആക്കാം. ഇതിൻ്റെ തന്നെ വർക്ക്സ് നമുക്കതിനകത്ത് ആഡ് ചെയ്യാം. ഇപ്പോൾ സീക്വൻസിൻ്റെയും ഇത് പേൾസിൻ്റെ പോലെയുള്ള ഷുഗർ ബീഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്, നല്ല ഗ്ലോസി ആയിട്ടുള്ളത്. ആൻഡ് അതിനകത്ത് ത്രെഡിൻ്റെ കൂടെ തന്നെ സീക്വൻസിൻ്റെ ഒരു വർക്കും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അൺഈവൻ ആയിട്ടുള്ള സ്കാലപ്പ് എഡ്ജ് ഹാൻഡ് മാർക്കും ചെയ്ത് ഫിനിഷ് ചെയ്തേക്കാണ്. ആൻഡ് ബോഡി ഫുള്ളായിട്ട് സീക്വൻസിൻ്റെ ഒരു അത് സ്റ്റിക്കിംഗ് വർക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓർഗൻസയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സീക്വൻസ് നമ്മൾ ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ത്രെഡ് ബാക്കി കാണുന്ന കാരണം നമ്മളതിന് പിന്നെ ഫുള്ളായിട്ട് പിന്നെയും ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു ആഡഡ് കോസ്റ്റ് മാത്രമാണ് കേട്ടോ. ഡസൻ മേക്ക് എനി ഡിഫറൻസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മളിങ്ങനെ വർക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് സീക്വൻസിൽ സ്റ്റിക്കിംഗ് വർക്ക് ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെ കുറച്ചും കൂടി തന്നെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ബഡ്ജറ്റ് റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. നമുക്ക് അറ്റ് ദ സെയിം ടൈം നമുക്ക് ആ ഒരു ലുക്കും കൂടെ കിട്ടുകയും ചെയ്യും. പല്ലു വരേക്കും ഈ ഒരു കണ്ടിന്യൂസ് വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലും ഒരേപോലെ വർക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഡ്രേപ്പൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഒന്ന് പ്ലീറ്റ്സ് എടുത്തിട്ട് ഈ ഒരു പോർഷനിൽ നമുക്ക് പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നീറ്റായിട്ട് ഇരുന്നോളും. പിന്നെ അത് നമുക്ക് ട്രാൻസ്പെറൻറ്റ് പ്രശ്നങ്ങളൊന്നും വരത്തതുമില്ല. ബ്യൂട്ടിഫുൾ സാരി. നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബ്രൈഡ് ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വർക്ക് അതിനകത്ത് ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ സിസ്റ്റേഴ്സോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രൈഡിൻ്റെയോ ഗ്രൂമിൻ്റെയോ സിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഈവൻ റിസപ്ഷൻ ലുക്കിനൊക്കെ ഭയങ്കര രസമുള്ളൊരു സാരിയാണ്. SBP 286 എ ബ്യൂട്ടിഫുൾ ഓർഗൻസ സാരി പ്രൈസ്ഡ് അറ്റ് 12,500. പ്ലീറ്റൊക്കെ എടുത്തിട്ട് വളരെ ഭംഗിയായിട്ടുള്ള ഒരു സാരി ഞാൻ ഡ്രേപ്പ് ചെയ്തേക്കാണ്.
നമ്മളുടെ കാഞ്ചീപുരത്തിനകത്ത് ഒരു ബ്രൈഡൽസിൻ്റെ അകത്തൊക്കെ വരുന്നൊരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഐറ്റമാണ് കോൺട്രാസ്റ്റ് ബോർഡർ ഡീറ്റെയിലിങ്. അപ്പോൾ ആ ഒരു ലുക്ക് ഓൺലി അറ്റ് 1,999 റേഞ്ചിൽ നമ്മൾ കൊണ്ടുവന്നേക്കുവാണ്. ആൻഡ് ഇതിനകത്ത് ഭയങ്കര രസമുള്ള കളർ കോമ്പിനേഷൻസ് ഒരു 5 വന്നിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്ന് ഭംഗിയാണ് കേട്ടോ. എനിക്ക് പിക്ക് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു ആദ്യമേ ഏത് ഷെയ്ഡ് വേണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു മറൂണിൻ്റെ ആ ഒരു ഗ്രീനും ഒരു എവർഗ്രീൻ കോമ്പിനേഷൻ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ റിവേഴ്സും ആക്ച്വലി ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഫുൾ ജോമെട്രിക് വീവിങ് സ്റ്റൈലിൻ്റെ അകത്താണ് വരുന്നത്. ഡയമണ്ട് പാറ്റേൺ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് ഇത് കാണാനൊക്കെ. അടുത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തൊട്ട് നോക്കിയാൽ അല്ലാണ്ട് ഇത് അറിയാൻ പോലും പറ്റില്ല ഇത് പ്യുവർ അല്ല എന്നുള്ളത്. അതിൻ്റെ ബോഡിയിലൊക്കെ ആ ഒരു ടെക്സ്ചറും ഒക്കെ ഈക്വലി ബ്യൂട്ടിഫുൾ കോപ്പർ വീവിങ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു, ഗ്രാൻഡ് ലുക്കാണ്. ഫുള്ള് നമുക്കതിനകത്ത് ആ ഒരു ബ്രൊക്കേറ്റ് പാറ്റേൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇതിൻ്റെ ബോർഡർ ഡീറ്റെയിലിങ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ടിഷ്യൂവിൻ്റെ ഒക്കെയുള്ള ഒരു ഫീലാണ് അവിടെ. പാറ്റേൺസ് അല്ല, ആ ഒരു ടിഷ്യൂ പോലെ ഇങ്ങനെ സോളിഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ വീവിങ് ഫുള്ളായിട്ട് വന്നിക്കാണ്. എഡ്ജിലായിട്ട് ഡയഗണൽ വീവ്ഡ് ആയിട്ടുള്ള ലുക്ക്. അപ്പോൾ ചെറിയ വ്യത്യാസമുണ്ട് വിത്തിന്. അപ്പോൾ ബോർഡറും ലോ ബോർഡറും തമ്മിൽ ചെറിയൊരു വിത്തിൻ്റെ വ്യത്യാസം മാത്രമേ അവിടെ വരുന്നുള്ളൂ കേട്ടോ. ലോ ബോർഡറൊക്കെ ആൻഡ് ഇതിൻ്റെ പ്ലീറ്റ്സും നല്ല രസമായിട്ട്, അത് ഭയങ്കര ഒഴുകായിട്ട് കിടക്കുന്നതല്ല. നമുക്ക് 1-2 ടെക്സ്റ്റേഴ്സ് വരാറുണ്ട് സെമി സിൽക്കിൽ തന്നെ. സെമി സിൽക്ക് സാരിയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ഇച്ചിരിയും കൂടെ ഒരു സ്റ്റിഫറായിട്ട് നിൽക്കുകയും ചെയ്യും. പക്ഷെ ഉടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് എളുപ്പവുമാണ്. അപ്പോൾ 1,999 റേഞ്ചിൽ വന്നിരിക്കുന്ന ലുക്ക്. അപ്പോൾ ഫസ്റ്റ് വൺ മെറൂൺ ആൻഡ് ബ്യൂട്ടിഫുൾ ഗ്രീൻ കോമ്പിനേഷൻ. ഇതിനകത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലത്, എനിക്കും കൺഫ്യൂഷനാണ് കേട്ടോ. ഒരു മെഹന്തി ഗോൾഡ് ടോണിലാണ് നെക്സ്റ്റ് വൺ വരുന്നത്. കോപ്പർ സറി വീവിങ് പാറ്റേണിൽ തന്നെ വന്നിട്ടുള്ള ലുക്ക്. ബ്ലൗസും ഫുൾ ബ്രൊക്കേഡിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം കൊടുത്തിട്ടുള്ള ലുക്ക് നമുക്ക് എന്തായാലും വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെയൊക്കെ ലിങ്ക്സും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വീഡിയോയുടെ കൂടെ തന്നെ. ഇതാണ് അതിൻ്റെ ബ്ലൗസ്. നമ്മുടെ ബോർഡറിൽ വന്നിരിക്കുന്ന പോലെ തന്നെയാണ് പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക്. പക്ഷെ അത് കുഞ്ഞു കുഞ്ഞു ഡയമണ്ട് ഡിസൈനാണ് കേട്ടോ ഇതിനകത്ത് ശരിക്കും വന്നിരിക്കുന്നത്. ആൻഡ് ബോർഡർ ഡീറ്റെയിലിങ്ങും അതിനകത്ത് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ലുക്കാണ്. അപ്പോൾ ഇതിനകത്ത് ബ്ലാക്കും കൂടി ചേർന്നിട്ടാണ് അതിൻ്റെ ആ ഒരു വീവിങ് സ്റ്റൈൽ വരിക. കോപ്പറിൻ്റെ കൂടെ ബ്ലാക്കും കൂടി ചേർന്നിട്ടുള്ള വീവിങ് സ്റ്റൈലാണ്. ആൻഡ് ഇതിൻ്റെ വെയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു ലുക്ക് ഇതാണ്. വെരി ബ്യൂട്ടിഫുൾ കളർ. എല്ലാം ഭയങ്കര രസമുള്ള കളേഴ്സാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഗ്രീൻ ഒരു ലീഫിൻ്റെ ഒരു ഡാർക്ക് ടോണാണ്. ഇത് നല്ല ഭംഗിയുള്ള ബോട്ടിൽ ഗ്രീനിൻ്റെ കൂടെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇത് വെയർ ചെയ്യുമ്പോൾ ഉള്ളൊരു ലുക്ക് ഇതാണ്. ഏത് കളറാണെന്ന് ശരിക്കും എനിക്കൊരു ഓണസ്റ്റ് ആയിട്ട് നിങ്ങൾ പറയാം. ഇതിനകത്ത് ഞാൻ എങ്ങനെയാണ് പിക്ക് ചെയ്യുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒന്നിനൊന്ന് ഭംഗിയാണ്. അതുകൊണ്ട് ഇറ്റ്സ് കൺഫ്യൂസ്ഡ് ആവുകയാണ് ഞാൻ ആക്ച്വലി. എല്ലാം ഭയങ്കര രസമുള്ള കളേഴ്സ്. ആൻഡ് ഇതെല്ലാം ഡാർക്ക് പാലറ്റിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ബ്ലൗസിൻ്റെ ലുക്ക് വരുന്നത്. അകത്തായിട്ട് കുഞ്ഞൊരു ടെമ്പിൾ ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്നുണ്ട്. വർക്ക് ചെയ്തെടുക്കാനാണെങ്കിലും രസമാണ് കേട്ടോ. ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്തൊക്കെ നമുക്ക് ഇതിനകത്ത് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇവനിപ്പോൾ നമ്മളെ ക്ലോസ് റിലേറ്റീവ്സിൻ്റെ കല്യാണമാണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും സ്പെൻഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്യുവർ സിൽക്കിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റിയ സാരീസാണ് കേട്ടോ. ഞാൻ ഈ അടുത്തൊരു കല്യാണത്തിന് പോയപ്പോഴത്തേക്ക് ആക്ച്വലി എല്ലാവരും കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരേ ഷെയ്ഡിൻ്റെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാരീസും പിന്നെ ചിലരൊക്കെ എനിക്ക് തോന്നുന്നു ഏജ് ഗ്രൂപ്പ് വെച്ചിട്ടായിരുന്നു തോന്നുന്നു. അമ്മമാരൊക്കെ ഒരു ഡിസൈൻ, കുട്ടികളൊക്കെ വേറൊരു ഡിസൈൻ, അങ്ങനെ ഒരു രീതിയിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാണ്. ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി വോണ്ട് ടു ലുക്ക് ഗുഡ്. സോ ദിസ് ഇസ് ബോട്ടിൽ ഗ്രീൻ വിത്ത് ഒരു മെറൂൺ കോമ്പിനേഷൻ. കുങ്കുമം ചേർന്നിട്ടുള്ള ടോണാണ് കേട്ടോ. ഞാൻ ഉടുത്തിരിക്കുന്ന മെറൂണിൻ്റെ ഒരു ഷെയ്ഡല്ല. ആൻഡ് ദെൻ ഉടുത്തിരിക്കുന്നതിൻ്റെ റിവേഴ്സ് കോമ്പിനേഷനാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഗ്രീനാണ് ബോഡി ആയിട്ട് വന്നിരിക്കുന്നത്. എല്ലാം ഭയങ്കര രസമുള്ള കോമ്പിനേഷൻ. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് ഫേസിനോടടുത്ത് നിൽക്കുന്ന കളർ ഏതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നമുക്ക് പിക്ക് ചെയ്താൽ മതി. പിന്നെ ബ്ലൗസ് കോൺട്രാസ്റ്റ് ആണ്. ബോർഡറിൻ്റെ അതേ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ബ്ലൗസ് അതിനകത്ത് പെയർ ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ഗ്രീൻ ഷെയ്ഡ് വിത്ത് മറൂൺ ബോർഡർ.
ജോമെട്രിക് പാറ്റേൺ അത് കോപ്പസറി ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് ആ ഒരു ബ്ലാക്കും കൂടെ ചേർന്ന് വരുന്ന കാരണം ഭയങ്കര ഒരു തിളക്കമാണോ എന്നൊക്കെ കൺസേൺസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു തിളക്കമൊന്നും വരുന്നതല്ല. ഭയങ്കര ക്ലാസി ആയിട്ട് നിൽക്കുന്ന ഒരു ഡിസൈനും പാറ്റേണും ഒക്കെ അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. കളർ ഓഫ് ദി സെറി എവറിത്തിങ് ഇസ് ആക്ച്വലി ഒരു ക്ലാസി ലുക്കിൽ വന്നിരിക്കുന്ന കോമ്പിനേഷൻസ് ആണ്. ഓ, നെക്സ്റ്റ് ഇസ് ഓൾസോ ബ്യൂട്ടിഫുൾ. ഇതിനകത്ത് ബ്ലാക്കിൻ്റെ കൂടെ ഒരു കുങ്കുമം മെറൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ ലുക്ക്. അപ്പോൾ KF 134 തൊട്ട് 133 തൊട്ട് 137 വരെയുള്ള കോഡ്സിൻ്റെ അകത്തായിട്ട് 999 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. എല്ലാം ഗ്രാൻഡ് ലുക്കിലാണ് വരുന്നത്. നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് പിക്ക് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഫുൾ ബോഡിയിൽ വർക്ക് വരുന്ന വീവ് പാറ്റേൺസ് വരുന്നത്, സോളിഡ് ആയിട്ടുള്ള ബോഡി വന്നിട്ട് ബ്യൂട്ടിഫുൾ ട്രഡീഷണൽ ബോർഡർ പാറ്റേൺസും, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. സെമി സിൽക്സിൻ്റെ കാറ്റഗറിയിൽ സാരീസിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പിക്ക് ചെയ്യാനായിട്ട് ഒന്ന് കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് ടേക്ക് എ ടൈം. എല്ലാത്തിനും ഡ്രൈപ്ഡ് ആയിട്ടുള്ള പിക്ചേഴ്സും ഉണ്ട്, നോക്കി വാങ്ങാം. ചെക്ക് ഇറ്റ് ഔട്ട്.